അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് ശഅബാൻ 14. നാളെ ശഅബാന്റെ പകുതി. നോമ്പ് വളരെ അടുത്തെത്തിക്കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅനി ലിൽ അബ്ദി യൗമൽ ഖിയാമത്തി. നോമ്പും ഖുർആനും അവ രണ്ടും ശുപാർശ പറയും അള്ളാഹുവിൻ്റെ ദാസന് വേണ്ടി ഖിയാമത്ത് നാളിൽ. ഖിയാമത്ത് നാളിൽ നമുക്ക് വേണ്ടി ഖുർആനും നോമ്പും ശഫായത്ത് പറയും, ശുപാർശ പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ റമളാൻ മാസം. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുകയും ഖുർആൻ പഠിക്കുകയും ഖുർആൻ നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഒപ്പം എല്ലാ നോമ്പും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പ്രകാരം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ച പ്രകാരം നോമ്പ് അനുഷ്ഠിക്കുക. ആ നോമ്പ് വേളയിലും രാത്രിയിലും ഒക്കെ തന്നെ ഖുർആൻ പാരായണം നടത്തുക. കാരണം ആ വിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ നാം നോറ്റ നോമ്പുകളുമാണ് നമുക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ ശഫാഅത്ത് പറയാനുണ്ടാവുക, ശുപാർശ പറയാനുണ്ടാവുക. നമ്മളെ സ്വർഗത്തിൽ കയറ്റാൻ വേണ്ടി അള്ളാഹുവിനോട് പറയുന്ന രണ്ട് സന്ദർഭങ്ങളാണ്. ഒന്ന് നോമ്പും മറ്റൊന്ന് ഖുർആനും, ഖുർആനുമായുള്ള നമ്മുടെ അടുപ്പവും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, പഠിച്ചുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട്, നോമ്പ് നോറ്റുകൊണ്ട് നമുക്ക് ഈ ദിനങ്ങളെ സാർത്ഥകമാക്കാൻ സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ നോമ്പും നമ്മിൽ നിന്ന് ഈ അർത്ഥത്തിൽ സ്വീകരിക്കുന്ന അമലാക്കി മാറ്റിത്തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.